നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് സാബുദാൻ ചൗവരി എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട് ഒരു അടിപൊളി പായസമാണ് ഉണ്ടാക്കുന്നത്. വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം വീഡിയോയിലോട്ട് പോയാലോ? തയ്യാറാക്കുന്ന വിധം നോക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചൗവരിയില്ലേ, സാബുദാൻ, അത് വെള്ളത്തിലോട്ടിട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിടുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളത്തിൽ ഇടുന്നത്. ചൗവരിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കണ്ണാടി പോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂവില്ല, അത് കാരണം ഇത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് നല്ല ഒരു കളർഫുള്ളായിരിക്കും. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും. തണുക്കുമ്പം കറക്റ്റ് പാകമായിരിക്കും. നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി ഇത്രയും അണ്ടിപ്പരിപ്പും ഇത്രയും മുന്തിരി എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി. നമുക്കിത് വറുത്തെടുക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് ചുവന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി മുന്തിരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.